ജിമ്മിലൊക്കെ പോയി തുടങ്ങി അടുത്ത ചോദ്യം, വയറ് മാത്രം കുറഞ്ഞിട്ട് 6 പാക്ക് എന്ന് വരും? ഇനിയിപ്പോ ലേഡീസ് ആണെങ്കിൽ കൈ മാത്രം ഒന്ന് വണ്ണം കുറയണം. 5 ദിവസം ജിമ്മിൽ പോയി എന്നിട്ട് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇതിനെ നമുക്ക് ഒരു സ്കൂളായിട്ട് കണക്ട് ചെയ്യാട്ടാ. സ്കൂളിൽ ഒരു വർഷത്തിൽ 3 മാസം കൂടുമ്പോൾ ഒരേ എക്സാം വെച്ചിട്ട് വരും. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പിന്നെ ആനുവൽ പരീക്ഷ. ഈ 5 ദിവസം സ്കൂളിൽ പോകേണ്ട എന്തായാലും ഈ ഓണപ്പരീക്ഷക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇതിന് മഴ ആയാലും വെയിലായാലും നാട്ടിലെ പൂരാണെങ്കിലും എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. അതേപോലെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ സ്കൂളിൽ ഹോംവർക്കൊക്കെ ചെയ്യണ പോലെ വീട്ടിൽ നല്ല ഡയറ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു 3 മാസമെങ്കിലും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഒന്ന് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ കൈ മാത്രം തടി കുറയണം അല്ലെങ്കിൽ വയറ് മാത്രം കുറയണം. സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം എല്ലാ വിഷയത്തിലും ഒരേപോലെ ആയിരിക്കും മാർക്ക് ഉണ്ടായിരിക്കും. ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ പഠിക്കാത്ത കുട്ടികൾക്കും എല്ലാ വിഷയത്തിലും മാർക്ക് കുറവായിരിക്കും. ശരീരത്തിൽ അങ്ങനെ തന്നെ കുറയുമ്പോൾ എല്ലായിടത്തും കുറയും, കൂടുമ്പോൾ എല്ലായിടത്തും കൂടും. ജെനറ്റിക്സ് അനുസരിച്ചിട്ട് വയറ് മാത്രം നന്നായി കൂടിയിട്ടുണ്ടാവും, കൈ മാത്രം തടിച്ചിട്ടുണ്ടാവും. അതൊന്നും വലിയ മൈൻഡ് ആക്കാണ്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക, അത് ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കി മാറ്റുക. റിസൾട്ടൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നോളും.